ഹലോ ഫ്രണ്ട്സ്, സാന്ത്വന എപ്പിസോഡ് 226 കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇന്നലെ അഞ്ചും അപ്പും കൂടി പായസമൊക്കെ കുളമാക്കിയിട്ട് നിൽക്കുമായിരുന്നല്ലോ. അപ്പോൾ അഞ്ചു പറഞ്ഞല്ലോ, ഞാൻ പഞ്ചസാരയാണെന്ന് കരുതിയാണ് ഉപ്പിട്ടതെന്ന്. അപ്പൂന് അപ്പം തന്നെ കാര്യം മനസ്സിലായി. അഞ്ചു അപ്പം പറയാണ്, അയ്യോ അബദ്ധം പറ്റിപ്പോയല്ലോ എന്ന്. അപ്പോൾ അപ്പു പറയുന്നു, അബദ്ധമൊന്നും അല്ല, നീ അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ടതാ. അതുകൊണ്ടല്ലേ എന്നെ കണ്ടപ്പോൾ നീ ആ ബോട്ടിൽ ഒളിപ്പിച്ച് വെക്കാൻ നോക്കിയത്. അപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടിയെന്ന് മനസ്സിലായപ്പോൾ അഞ്ചു കുറ്റം സമ്മതിച്ചു. കല്ലൂന് പായസം ജീവനാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ ഞാൻ ചെയ്തതാ, നീ ആരോടും പറയല്ലേ. അപ്പോൾ അപ്പു, ഇല്ല, പക്ഷേ എനിക്കും കുറച്ച് ഉപ്പ് ഇതിലിടണം. അയ്യോ വേണ്ടപ്പൂ. അപ്പോൾ അപ്പു, ഒരു ലേശം ഞാനും ഇട്ടോട്ടെ, ഞാൻ നല്ല കലിപ്പില്ല. ഇച്ചേച്ചിയും കല്ലും വരുന്നെന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം ആർമാദിക്കലാണ് എല്ലാവരും കൂടെ നടത്തുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അപ്പും കൂടെ കുറച്ച് ഉപ്പ് വാരി അതിനകത്തിരുന്നു. എന്നിട്ട് ഉപ്പിട്ട് ഇളക്കിക്കൊണ്ട് അപ്പു പറയാ, ഇതിപ്പോൾ നന്നായിരിക്കും, അവരെല്ലാം ഇഷ്ടം പോലെ കുടിച്ചോട്ടെ. എന്നിട്ട് അഞ്ജുവിനെ നോക്കി തുടക്കം ഗംഭീരമായി എന്ന് പറഞ്ഞ് ഹൈഫൈവ് ഒക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷത്തോടെ രണ്ടുപേരും കൂടെ നിൽക്കുന്നു. ഇനി അടുത്ത സീൻ എന്ന് പറയുന്നത് ഹോളിലെ സീനാണ്. ഹോളിൽ ബാലനും ദേവിയും ഹരിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ബാലൻ വന്നപ്പോൾ ശിവനെ അവിടെ കാണാഞ്ഞിട്ട് ഹരിയോട് ചോദിക്കുന്നു, ശിവൻ എവിടെ ഹരി? അപ്പോൾ ഹരി പറയാം, അവനാണല്ലോ ഇന്നത്തെ സൂപ്പർവൈസർ, കറി ടേസ്റ്റ് ചെയ്യണം, വാഴയില വെട്ടണം എന്നൊക്കെ പറഞ്ഞ് കിച്ചണിലേക്ക് പോണത് കണ്ടു. അപ്പോഴേക്കും കണ്ണൻ അവിടെ വന്നിട്ട്, ഇത്രയും നേരം ആയിട്ടും ക്യാൻഡപ്പച്ചിയുടെ കാറ് കാണുന്നില്ലല്ലോ, നോക്കി നിന്ന് എൻ്റെ കണ്ണ് കഴിച്ചു, എന്താ ഇത്ര നേരമായിട്ടും വരാത്തെ? അപ്പോൾ ബാലൻ, നീ കുറേ നേരമായല്ലോ വെരുകിനെ കൂട്ടിലടച്ച പോലെ ഉമ്മറത്തേക്ക് ഇങ്ങോട്ടേക്ക് ഓടാൻ തുടങ്ങിയിട്ട്. എന്തായാലും അവരിങ്ങോട്ട് തന്നെയല്ലേ വരണത്, ഒന്ന് അടങ്ങി നിൽക്കടാ. അപ്പോൾ ഹരി, അതിന് ഇച്ചേച്ചി കാണാത്തതിൻ്റെ വെപ്രാളമൊന്നും അല്ലല്ലോ അവന്, ഇച്ചേച്ചി കൊണ്ടുവരുന്ന ഗിഫ്റ്റിൻ്റെ കാര്യം ഓർത്തുള്ള പരക്കം പാച്ചില്ല. അപ്പോൾ ദേവേട്ടത്തി പറയുക, അത് നേരാ, കഴിഞ്ഞ തവണ എല്ലാവർക്കും കൊണ്ടുവന്ന സ്പ്രേ മുഴുവൻ ഇവ അടിച്ചു മാറ്റി, അത് ഞാൻ പോട്ടെന്ന് വെച്ചു, ഇത്തവണ അത് പറ്റില്ല കേട്ടോ, 2 പെണ്ണുങ്ങളും കൂടി ഇവിടെ ഉണ്ട്, അത് ഓർത്തോ. അപ്പോൾ ബാലേട്ടൻ പറയാ, അങ്ങനെ പറയും, ഇവൻ്റെ ഓട്ടവും പരവേശവും ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു കാരൻ്റെ അപ്പച്ചിയെ കാണാനുള്ള കാത്തിരിപ്പിലാന്ന്, ഇപ്പോഴല്ലേ മനസ്സിലിരിപ്പ് പിടികിട്ടിയത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും മുറ്റത്ത് കാറ് വരുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ കണ്ണൻ പറയാം, അവർ വന്നു. എന്നിട്ട് കണ്ണൻ, കൊച്ചേട്ടത്തി, കുഞ്ഞേട്ടത്തി, കാരൻ്റെ അപ്പച്ചി എത്തി, വേഗം ഇങ്ങോട്ട് വാ. അപ്പോൾ അടുക്കളയിൽ നിന്നിട്ട് അപ്പു അഞ്ചു ഇത് കേൾക്കുന്നു. ആ കണ്ണൻ്റെ വിളി കേട്ടോ, ഇന്ത്യൻ പ്രസിഡന്റ് വന്ന പോലെ തോന്നും. എന്നിട്ട് അഞ്ജുനെ നോക്കിയിട്ട്, പോവാതെ പറ്റില്ലല്ലോ, അവളെ ഒന്ന് കാണണ്ടേ ആ കല്ലൂനെ, വാ അഞ്ജു. ഇത് ഏത് മേനകയാണോ എന്തോ എന്ന് പറഞ്ഞിട്ട് അഞ്ജു അങ്ങോട്ട് ചെല്ലുന്നു. അപ്പോൾ ഉണ്ട് എല്ലാവരും അവിടെ വെളിയിലോട്ട് ഉമ്മറത്തേക്ക് പോയിരിക്കുകയാണ്. ശിവൻ മാത്രമേ ബാക്കിൽ നിന്ന് വരാവുള്ളൂ. അപ്പം ശബ്ദം കേട്ട് ശിവൻ വരിക. അപ്പോൾ ശിവൻ വരുമ്പം അഞ്ജു അവിടെ നിൽക്കുക. അപ്പോൾ അഞ്ജുവിനെ തട്ടിക്കൊണ്ട് ശിവൻ ഓടി ഉമ്മറത്തേക്ക് ചെല്ലുന്നു. അഞ്ജുവിനത് കണ്ടിട്ട് ഭയങ്കര ദേഷ്യം വരിക. അപ്പോൾ ക്യാൻഡപ്പച്ചി കയറി വരുന്നു. ഇതെന്താ ബാല, വിരുന്നുകാരെ സ്വീകരിക്കാൻ നിൽക്കുന്ന പോലെ, ഞങ്ങൾക്ക് കാത്തിരിക്കാനും സ്വീകരിക്കാനും കൂടെ ആകെയുള്ള വീട്ടുകാർ ഇച്ചേച്ചി അല്ലേ എന്ന് ബാലൻ പറയുന്നു. അപ്പോൾ വീണ്ടും ഇച്ചേച്ചി ചോദിക്കുക, വീട്ടിലെ തറവാട്ടമ്മ എവിടെ? അപ്പോൾ ദേവി, അമ്മ അകത്തുണ്ട്, ഇച്ചേച്ചി അകത്തേക്ക് കയറി വാ. അപ്പോൾ ശിവൻ നോക്കിയിട്ട് കല്ലുവിനെ കാണാഞ്ഞിട്ട്, ചേച്ചി മാത്രമേ വന്നുള്ളൂ, കല്ലു എവിടെ? അപ്പോൾ ഇച്ചേച്ചി പറയാം, നീ വന്നാലേ കാറിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക അവൾ. അപ്പോൾ ബാലേട്ടൻ ശിവനോട് പറയാ, അങ്ങനെയാണോ, എന്നാൽ ചെന്ന് വിളിക്കടാ. അപ്പോൾ അഞ്ചു ഇതെല്ലാം കേട്ടുകൊണ്ട് ഇവരുടെ എല്ലാം ബാക്കിൽ നിൽക്കുകയാണ്. ഓഹോ, നീ ശിവേട്ടൻ വന്നാലേ ഇറങ്ങുമല്ലേടി, നീ ഇറങ്ങി വാ ഇങ്ങോട്ട്, കാണിച്ചു തരാം ഞാൻ. അങ്ങനെ പറഞ്ഞിട്ട് അഞ്ചു അവിടെ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ അപ്പച്ചിയും ബാക്കി എല്ലാവരും കൂടെ അകത്തേക്ക് വരികയാണ്. അപ്പോൾ അപ്പച്ചി വരുമ്പോഴത്തേക്ക് അപ്പച്ചി അഞ്ജുവിനെ കാണുന്നു. അപ്പോൾ അപ്പച്ചി ചോദിക്കുന്നു, ഇത് അഞ്ജലി അല്ലേ, ഇവൾ ഒത്തിരി അങ്ങ് വളർന്നു പോയല്ലോ, പക്ഷെ മുഖത്തിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. അങ്ങനെ പറഞ്ഞിട്ട് അഞ്ജലി നോക്കി സംസാരിക്കുന്നു. എന്നിട്ട് അവരെല്ലാം കൂടെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ അഞ്ജു അവരുടെ കൂടെ അകത്തേക്ക് പോകുന്നില്ല. അഞ്ജു ശിവൻ എവിടെ നോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ശിവൻ അവിടെ കാറിൻ്റെ വെളിയിൽ ചിരിച്ചുകൊണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അഞ്ജുവിന് പിന്നെ ദേഷ്യം വരികയാണ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും കല്ലുമോളെ കാണുന്നില്ല. എന്നിട്ട് ശിവൻ അകത്തിരിക്കുന്ന ആളോട് ഇറങ്ങി വാ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അവസാനം നമ്മൾ കല്ലുമോളെ കാണാൻ പോവുകയാണ്. ശിവൻ ഡോർ തുറന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇറങ്ങുന്ന ആരാന്നറിയാമോ? ഇറങ്ങുന്ന ഒരു കൊച്ചു കുട്ടിയാണ്, ഒരു 12-13 വയസ്സാണ്.
അപ്പോൾ അഞ്ജു ഇങ്ങനെ മനസ്സിൽ പറയുക, അയ്യേ ഇതാണോ കല്ലു? അല്ല, അവൾ കാറിനകത്തുണ്ടാവും. അഞ്ജു എത്തി വലിഞ്ഞ് കാറിനുള്ളിലേക്ക് നോക്കുന്നു. അപ്പോൾ ശിവൻ തിരിയുമ്പോഴത്തേക്കും അഞ്ജുവിനെ കാണുന്നു. അങ്ങനെ അഞ്ജുവിനെ നോക്കി ചിരിക്കുന്നു. അഞ്ജുവും തിരിച്ച് ചിരിക്കുന്നു, കല്ലുമോളെ നോക്കിയിട്ടും ചിരിക്കുന്നു. അങ്ങനെ ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും അപ്പു അവിടെ വരുന്നു. അപ്പു ഇങ്ങനെ രണ്ടാളെ നോക്കിയിട്ട് ഇതാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അഞ്ജു മൂളുന്നു. എന്നിട്ട് രണ്ടാളും അവരെ നോക്കിയിട്ട് ചിരിക്കുന്നു. ഇനി അകത്തെ സീനാണ്. അകത്തെ സീനിൽ ദേവിയേട്ടത്തിയോട് അപ്പച്ചി ചോദിക്കുക, കഴിഞ്ഞ തവണ കണ്ട പോലെ തന്നെ ഒരു മാറ്റവും ഇല്ലല്ലോ? അപ്പോഴേക്കും അമ്മയും കൊണ്ടുവരുന്നു. കണ്ണനാണ് അമ്മയെ കൊണ്ടുവരുന്നത്. എന്നിട്ട് കല്യാണത്തിന് നീ വരുമെന്ന് ഒത്തിരി പ്രതീക്ഷിച്ചു. അപ്പോൾ വനജ ഇച്ചേച്ചി പറയാണ്, എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ വരാതിരിക്കുമോ? വിവരമെല്ലാം ഞാൻ ബാലനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അമ്മ വീണ്ടും ചോദിക്കുകയാണ്, പാലക്കാട് നിന്ന് എപ്പോൾ പുറപ്പെട്ടു? അപ്പോൾ ഇച്ചേച്ചി പറയുന്നു, വെളുപ്പിനെ പുറപ്പെട്ടതാണ്. മഞ്ഞുകൊണ്ട് റോഡൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എത്തിയേനെ. എന്നിട്ട് അമ്മ ചോദിക്കുന്നു, കല്ലുമോൾ എവിടെ? അപ്പോഴേക്കും കല്ലുമോളെയും കൊണ്ട് ശിവനകത്തേക്ക് കയറി വരികയാണ്. ഞാൻ ദേ ഇവിടെ ഉണ്ട്. അവിടെ ആയിരുന്നോ? എന്നാൽ വന്ന് അമ്മായിക്കൊരു ഉമ്മതാന്ന് പറഞ്ഞിട്ട് കല്ലുമോളെ അമ്മ വിളിക്കുകയാണ്. എന്നിട്ട് ഇച്ചേച്ചി ഹരിയെ നോക്കിയിട്ട്, ഹരി, ഇതാ അല്ലേ നിൻ്റെ അപർണ, എല്ലാവരുടെയും അപ്പു. നീ എന്താ അങ്ങനെ അവിടെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. ഞാൻ കരുതിയ പോലെ അല്ലല്ലോ. ഏതോ മില്യനർ തമ്പിയുടെ മോൾ എന്നൊക്കെ കേട്ടപ്പോൾ ഈ കുടുംബമായിട്ട് ഒത്തുപോകുമെന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. പക്ഷേ യു ആർ സോ ക്യൂട്ട് ആൻഡ് സ്വീറ്റ്. ഈ കുടുംബത്തിന് ചേരുന്ന പെണ്ണ് തന്നെയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നു. അപ്പോൾ അമ്മ ചോദിക്കുന്നു, നീ അഞ്ജലി കണ്ടില്ലേ? അപ്പോൾ ഇച്ചേച്ചി പറയാണ്, ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി, ചെറുപ്പത്തിൽ കണ്ട അതേ മുഖച്ഛായ തന്നെ ഇപ്പോഴും. അപ്പോൾ അഞ്ജുവിന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ അഞ്ജു അപ്പച്ചിയോട് ചോദിക്കുകയാണ്, അപ്പച്ചിക്ക് ഈ ഒരു മോളേ ഉള്ളോ? അപ്പോൾ എല്ലാവരും ഇവളെന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അഞ്ജുവിനെ നോക്കാം. അപ്പം അപ്പച്ചി പറയാ, അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? കല്ലൂന്ന് കേട്ടപ്പോൾ ഇത്രയും ചെറിയ മോളാണെന്ന് വിചാരിച്ചില്ല എന്ന് അഞ്ജു പറയുന്നു. അപ്പോൾ അപ്പച്ചി കഥ പറയാണ്, എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ, കല്യാണി. കല്യാണം കഴിഞ്ഞ് 10-13 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കിവളെ ജനിച്ചത്. ഒരുപാട് നേർച്ചയും നോമ്പും വഴിപാടും മണ്ണാറശാലയിൽ ഉരുളി കമഴ്ത്തലും പിന്നെ കുറേ ട്രീറ്റ്മെൻറ്റും എല്ലാം നടത്തി കെട്ടിയതാണ് എൻ്റെ ഈ കല്ലുമോളെ. വലിയ മോളെ നീ പ്രതീക്ഷിച്ചല്ലേ? അങ്ങനെ ഒരു മോളുണ്ടായിരുന്നേ നീ ഇവിടെ വരില്ലല്ലോ. നിനക്ക് ശിവനെ ഞങ്ങൾ വിട്ടു തരില്ലല്ലോ. എല്ലാവരും ചിരിക്കുന്നു. കണ്ണന് ഗിഫ്റ്റ് കിട്ടാഞ്ഞിട്ട് ഭയങ്കര വെപ്രാളാണ്. അപ്പോൾ കണ്ണൻ പറയാണ്, അപ്പച്ചി കാറിൽ നിന്ന് പെട്ടിയോ ബാഗോ വല്ലതും എടുക്കാനുണ്ടോ? വേണമെങ്കിൽ ഞാൻ എടുത്ത് വെക്കാം. അപ്പോൾ ഉടനെ അപ്പച്ചി, മനസ്സിലായി, നിനക്കുള്ള സ്പ്രേ ഉണ്ടോയെന്ന് അറിയാനല്ലേ നീ പെട്ടികൾ എടുക്കാനായിട്ട് ധൃതി കാണിക്കുന്നേ. അപ്പം എന്ന് പറഞ്ഞ് കണ്ണൻ ചമ്മിയിട്ട് ചിരിക്കുന്നു. എന്നിട്ട് അപ്പച്ചി പറയാം, എല്ലാവർക്കും ഉള്ളതും ഉണ്ട്, നീ സമാധാനപ്പെടുക കണ്ണ. അപ്പോൾ കണ്ണൻ മൂളുന്നുണ്ട്. അപ്പോൾ ഹരിയേട്ടൻ ചോദിക്കുകയാണ്, കാറ് സ്റ്റേ ഉണ്ടോ ഇച്ചേച്ചി? അപ്പോൾ ഇച്ചേച്ചി പറയാണ്, ഇല്ല, ലഗേജ് ഇറക്കിയിട്ട് നമുക്ക് പറഞ്ഞു വിടാം. പോകാൻ നേരം വേറെ വണ്ടി അപ്പോൾ വിളിച്ചാൽ പോരെ. അപ്പോഴേക്കും ബാലേട്ടൻ പറയുന്നു, അയാളുടെ ചാർജ് എത്രയാണെന്ന് ചോദിക്കുക ഹരി. അപ്പോഴത്തേക്കും ഇച്ചേച്ചി പറയുന്നു, ചാർജൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട്, ബാഗിങ് എടുത്താൽ മതി. അപ്പോൾ അഞ്ജു അവിടെ നിന്ന് ചമ്മി നിൽക്കുകയാണ്. അപ്പോൾ അഞ്ജു പറയാം, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിട്ട് അഞ്ജു അടുക്കളയിലേക്ക് പോന്നു. അഞ്ജു പോയപ്പോഴത്തേക്കും ശിവനും പതുക്കെ അവിടുന്ന് കിച്ചണിലേക്ക് പോവുകയാണ്. അങ്ങനെ ശിവൻ കിച്ചണിലേക്ക് വരുന്നു. അപ്പോൾ അഞ്ജു അവിടെ കിച്ചണിൽ ഇങ്ങനെ ഞാൻ എന്താ ആലോചിച്ചെന്ന് പറഞ്ഞ് ചമ്മി നിൽക്കുകയാണ്. അപ്പോൾ ശിവൻ വന്നിട്ട് അഞ്ജുവിനോട് ചോദിക്കുക, അതെ, നീ എന്താ ഈ ചേച്ചിയോട് അങ്ങനെ ചോദിച്ചാൽ വേറെ മോളുണ്ടോയെന്ന്? അപ്പോൾ അഞ്ജു ഇട്ട് കൊടുക്കുമോ? നിങ്ങളെ അവളുടെ തലയിൽ കെട്ടി വെച്ചിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചാന്ന് പറയും. അപ്പോഴത്തേക്കും ശിവൻ ചോദിക്കും, അപ്പം തക്കം കിട്ടിയ എസ്കേപ്പ് ആവാൻ നിൽക്കാമല്ലേ നീ? അപ്പോൾ അഞ്ജലി പറയാം, പിന്നെ അല്ലാതെ നിങ്ങളെ എങ്ങനെ ഞാൻ സഹിക്കും? അപ്പം ശിവന് കാര്യം മനസ്സിലായിട്ട് ശിവൻ പറയാണ്, കുശുമ്പ് കണ്ടല്ലേടി നീ ഈ ചേച്ചിയോട് അങ്ങനെ ചോദിച്ചേ? അപ്പോൾ അഞ്ജു ചിരിക്കുന്നു. അപ്പോൾ ശിവൻ പറയാം, ചിരിക്കണ്ട, ഒക്കെ എനിക്ക് മനസ്സിലായി, വേഗം ജ്യൂസ് എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ശിവൻ വെളിയിലേക്ക് പോകുന്നു. ഇനി പുറത്ത് കണ്ണന് ഹരിയും കൂടെ ലഗേജ് എടുത്തുകൊണ്ടിരിക്കുക. കണ്ണനാണെങ്കിൽ ബാഗ് തുറക്കാനുള്ള വെപ്രാളം മാത്രമേ ഉള്ളൂ. എന്നിട്ട് കണ്ണൻ വന്നിട്ട് ഇച്ചേച്ചിയോട് ചോദിക്കുക, ഈ ബാഗ് ഇപ്പോൾ തുറക്കേണ്ട ആവശ്യമുണ്ടോ ഇച്ചേച്ചി? അപ്പോൾ അമ്മ പറയുക,
അമ്മ പറയാം വേണ്ട, നീ അതെൻ്റെ റൂമിലോട്ട് കൊണ്ട് വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ കണ്ണൻ വീണ്ടും ചോദിക്കുക, അല്ല ഇപ്പം ഡ്രസ്സ് വല്ലതും എടുക്കാനുണ്ടെങ്കിലോ? അപ്പോൾ ഒന്നും വേണ്ട, നീ അങ്ങ് കൊണ്ട് വച്ചേക്കാൻ പറയും. അപ്പോൾ എല്ലാവരും ഇരുന്ന് ചിരിക്കും. അപ്പം അപ്പു ചിരിക്കുമ്പോഴത്തേക്കും എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിക്കും. അതെന്താ എനിക്ക് ചിരിച്ചുകൂടെ എന്ന് അപ്പു തിരിച്ച് ചോദിക്കും. എന്നിട്ട് പിന്നെ അപ്പച്ചി ദേവിയെ നോക്കിയിട്ട് ചോദിക്കുക, ഇവൻ എപ്പോഴും കുറുമ്പും കുട്ടികളെയൊന്നും മാറിയിട്ടില്ല അല്ലേ ദേവിയെന്ന്. അപ്പോഴത്തേക്കും അമ്മ പറയും, അത് മാറാത്തതിൻ്റെ കാരണക്കാരി ദേവി തന്നെയാണ്, പുന്നാരിച്ചുകൊണ്ട് നടക്കുമല്ലേ ഇപ്പോഴും. അപ്പോഴത്തേക്കും ബാലേട്ടൻ പറയാം, അത് പിന്നെ ഇവൾ ചോറ് വാരി കൊടുത്ത് വളർത്തിയതല്ലേന്ന് അപ്പച്ചി എല്ലാവരോടും പറയാം. അപ്പോഴത്തേക്കും ബാലേട്ടൻ പറയാം, ഇപ്പോഴും വാരി കൊടുത്ത് തന്നെയാണ് വളർത്തുന്നതെന്ന്. അപ്പം ദേവിയും ചമ്മിപ്പോവും. അപ്പോൾ ദേവി പറയും, സ്കൂളിൽ പോയിരുന്നപ്പോഴത്തെ പോലെ ചോറ് വാരി കൊടുക്കുമെന്ന് ഒരു ദിവസം എന്നോട് ചോദിച്ചു. ഞാൻ വാരി കൊടുക്കുകയും ചെയ്തു. അവന് മാത്രമല്ല ഹരിക്കും ശിവനും എല്ലാം ഉരുട്ടി കൊടുത്തായിരുന്നു. അതിനാണ് ബാലേട്ടൻ ഈ പറയുന്നത്. അപ്പോഴത്തേക്കും ഇച്ചേച്ചി കുറച്ച് സീരിയസ് ആയിട്ട്, ഇങ്ങനെ ഒരു ഏട്ടത്തിയമ്മയെ കിട്ടിയതാണ് നിങ്ങളുടെ ഒക്കെ ഭാഗ്യം, അത് മറക്കരുത് ഒരിക്കലും കേട്ടോടാ, അങ്ങനെ പറയും. അപ്പോൾ ഹരി ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് പറയും, മാറണമെങ്കിൽ ഞങ്ങൾ ഇല്ലാതാവണം ഇച്ചേച്ചി എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും ഇച്ചേച്ചി പറയാം, ഈ വാക്ക് എന്നും ഉണ്ടാവണം. അപ്പം എന്നിട്ട് പിന്നെ പഴയ കഥകളൊക്കെ പറയാം. എന്തായാലും എല്ലാം തകർന്നെന്ന് കരുതി എടുത്തെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയില്ലേ. എൻ്റെ കൃഷ്ണേട്ടൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ആരെയും ചതിച്ചിട്ടുമില്ല. അതിൻ്റെ സുഹൃത നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും. അങ്ങനെ ഇച്ചേച്ചി പറയുന്നു. അപ്പോഴത്തേക്കും അമ്മയ്ക്ക് പെട്ടെന്ന് കരച്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയും, ഇനി ശോക സീനാണെന്ന് പറയുന്നു. അപ്പോഴേക്കും അഞ്ചു ജ്യൂസും കൊണ്ട് വരുന്നു. അപ്പോൾ 5 ജ്യൂസ് കൊണ്ട് വരുന്ന കണ്ടിട്ട് ശിവൻ കല്ലുവിനോട് ചോദിക്കും, ഇത് ആരാന്ന് കല്ലുവിന് മനസ്സിലായോ? അപ്പോൾ കല്ലു പറയും, മനസ്സിലായി, ഇത് മിസ്സസ് ശിവനല്ലേ. എന്നിട്ട് പിന്നെ കല്ലുമോള് ശിവേട്ടനോട് പറയാം, നമുക്ക് വെറുതെ ഇരിക്കാതെ ഔട്ടിങ്ങിന് പോവാം. അപ്പോൾ ശിവേട്ടൻ പറയും, പോവാം. അപ്പോൾ കല്ലുമോൾക്ക് അപ്പം തന്നെ ഔട്ടിങ്ങിന് പോകണം. അപ്പോൾ അമ്മ പറയും, ഇപ്പോൾ പോകണ്ട, ഊണൊക്കെ കഴിഞ്ഞിട്ട് കറങ്ങാൻ പോകാമെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് കല്ലുമോള് പറയും, എങ്കിൽ എനിക്ക് പായസം വേണം. അപ്പോൾ പായസം ഉണ്ടോ ശിവേട്ടാന്ന് ചോദിക്കും. അപ്പോൾ ശിവേട്ടൻ പറയും, ഉണ്ട്, നല്ല ഒന്നാന്തരം പായസം ഉണ്ട്, മിസ്സസ് ശിവൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് അഞ്ചു അപ്പു ഞെട്ടും. അപ്പച്ചി പറയും, അഞ്ജലിക്ക് പാചകമൊക്കെ നല്ല വശമാണെന്ന് തോന്നുന്നു. അപ്പോൾ അഞ്ചു അതേന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അകത്തേക്ക് കിച്ചണിലേക്ക് മുങ്ങാണ്. അപ്പവും കൂടെ പോന്നു. എന്നിട്ട് അപ്പച്ചി പിന്നെ ശങ്കരമാമയൊക്കെ അന്വേഷിക്കുന്നു. അപ്പോൾ ശങ്കരമാമയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞ് അഞ്ചു കിച്ചണിലേക്ക് ചെന്നിട്ട് പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. ഉപ്പിട്ട് ഇളക്കി വെച്ചേക്കല്ലേ രണ്ടുപേരും കൂടെ. അപ്പോൾ അഞ്ചു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തുപ്പിക്കളയുന്നു. അപ്പോഴത്തേക്കും അപ്പവും വരുന്നു. അപ്പവും തുപ്പിക്കളയുന്നു. എന്നിട്ട് പറയുന്നു, ഇത്രയും ഉപ്പല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പോൾ നീയും ഉപ്പിട്ടു, ഞാനും ഉപ്പിട്ടു, അങ്ങനെ ഭയങ്കര ഉപ്പായിപ്പോയി. എന്നിട്ട് അഞ്ചു പറയാം, നമുക്കിനി വേറെ പായസം ഉണ്ടാക്കാം, ഞാൻ ഈ പായസം കൊണ്ട് കളഞ്ഞിട്ട് വരാം, ദേവേട്ടത്തെ അറിയണ്ടെന്ന് പറയും. അങ്ങനെ അഞ്ചു പായസം കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് പോന്നു. അപ്പോൾ അഞ്ചു പായസം കൊണ്ട് കളയാൻ പോയ സമയത്താണ് ദേവേട്ടത്തി ഇവിടെ വരുന്നത്. അങ്ങനെ ദേവേട്ടത്തി വന്നിട്ട് അഞ്ചു എവിടെ പോയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അഞ്ചു പുറത്തേക്ക് വെറുതെ പോയതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്നും പറയുന്നില്ല. അപ്പോൾ ദേവേട്ടത്തി വരുമ്പോഴത്തേക്കും നോക്കുമ്പോൾ അഞ്ചു പായസത്തിൻ്റെ ഉരുളിയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ പായസത്തിൻ്റെ ഉരുളി കാണുമ്പോഴത്തേക്കും ചോദിക്കും, അഞ്ചു പായസം എവിടെ? അത് ദേവേട്ടത്തി അഞ്ചുവിനപ്പോൾ കള്ളം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നിന്നിട്ട് ദേവേട്ടത്തി പായസത്തിൽ പല്ലി വീണു. അങ്ങനെ പിന്നെ ഞാൻ പായസം കൊണ്ട് കളഞ്ഞു, സാരമില്ല, നമുക്ക് വേറെ ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ ദേവേട്ടത്തി പറയും, വേണ്ട ഇനിയിപ്പം ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്നാലും ഇതിൽ എങ്ങനെ പല്ലി വീണെന്ന് പറഞ്ഞ് ദേവേട്ടത്തി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അഞ്ചു അപ്പവും അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. എന്നിട്ട് അടുത്ത സീൻ എന്ന് പറയുന്നത് ശിവേട്ടൻ കല്ലുവിനെയും കൊണ്ട് ശിവേട്ടൻ്റെ റൂമിലിരിക്കുകയാണ്. അപ്പോൾ അഞ്ചു ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും റൂമിൽ ഇരിക്കുന്ന കണ്ടിട്ട് അഞ്ചു അങ്ങോട്ട് വന്നു. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ശിവേട്ടനോട് കല്ലുമോൾ ചോദിക്കുക, ശിവേട്ടൻ എനിക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലെന്ന്. അപ്പോൾ ശിവേട്ടൻ വള വാങ്ങിയതെടുത്ത് കല്ലുമോളുടെ കയ്യിലിട്ട് കൊടുക്കുന്നു. അപ്പോൾ കല്ലുമോൾ പറയുന്നു, ഞാനും ഒരുപാട് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുന്നു.
അപ്പോൾ അഞ്ജു കല്ലുമോളോട് ചോദിക്കുക, കല്ലുമോൾ നന്നായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ. അപ്പോൾ കല്ലുമോൾ പറയുക, മമ്മി പഠിപ്പിച്ചതാ, വീട്ടിൽ മമ്മിയും ഡാഡിയും മലയാളം സംസാരിക്കുന്നത്, നമ്മുടെ മദർ ടങ്ക് മലയാളമാണെന്ന് മമ്മി എപ്പോഴും പറയാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കല്ലുമോൾ ശിവേട്ടനോട് ചോദിക്കുക, എന്താ എന്നെ കല്യാണത്തിന് വിളിക്കാഞ്ഞേ? അപ്പോൾ ശിവേട്ടൻ പറയാ, എൻ്റെ കല്യാണമാണെന്ന് കല്യാണം നടക്കാൻ പോകുമ്പോഴാണ് ഞാനും അറിയുന്നത്. അപ്പോൾ കല്ലുമോൾ ചോദിക്കുക, അതെന്താ അങ്ങനെ? അപ്പോൾ ശിവേട്ടൻ പറയും, അതൊക്കെ അങ്ങനെയാണ്, എല്ലാം ഓർക്കാപ്പുറത്തായിരുന്നു, അതുകൊണ്ടാണ് കല്ലുമോളെ വിളിക്കാൻ പറ്റാതായി. അപ്പോൾ അങ്ങനെ പറയും. എന്നിട്ട് പിന്നെ ശിവേട്ടൻ ചോദിക്കും, പക്ഷെ ഹരിയേട്ടൻ്റെ കല്യാണം കല്ലുമോളെ വിളിച്ചായിരുന്നല്ലോ, അപ്പോൾ വരാഞ്ഞത് എന്താ? അപ്പോൾ കല്ലുമോൾ പറയും, അതെനിക്ക് എക്സാം ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ അഞ്ജു കല്ലുമോളോട് ചോദിക്കും, ഇവിടെ മൊത്തം മോൾക്ക് 4 ഏട്ടന്മാരില്ലേ, പിന്നെ ശിവേട്ടനെ മാത്രം എന്താ ഇത്ര ഇഷ്ടം? അപ്പോൾ കല്ലുമോൾ തിരിച്ച് അഞ്ജലിയോട് ചോദിക്കും, അഞ്ജു ചേച്ചിക്ക് ശിവേട്ടനെ ഇഷ്ടമല്ലേന്ന് ചോദിക്കും. അപ്പോൾ അഞ്ജു ആദ്യമൊന്നും മിണ്ടത്തില്ല. അപ്പോൾ പറ ഇഷ്ടമാണോ അല്ലയോ? അപ്പോൾ അഞ്ജു പറയും ഇഷ്ടമാണെന്ന്. അതെന്താ അങ്ങനെ? അപ്പോൾ അഞ്ജു ഒന്നും മിണ്ടില്ല. അപ്പോൾ കല്ലുമോൾ പറയും, പറയാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ അതുപോലെ എനിക്കും അങ്ങനെ പറയും. എന്നിട്ട് പിന്നെ ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഈ സമയത്ത് അപ്പുവിൻ്റെ റൂമിൽ വന്ന് നിൽക്കുകയാണ്. അവൾ വെറുതെ ഇങ്ങനെ നിൽക്കുക ഒറ്റയ്ക്ക്. അപ്പോൾ ഹരി എന്തോ എടുക്കാനായിട്ട് റൂമിൽ വന്നപ്പോഴത്തേക്കും അപ്പു ഇങ്ങനെ റൂമിൽ നിൽക്കുന്ന കാണുന്നു. അപ്പോൾ ഹരി വന്ന് അപ്പുവിനോട് ചോദിക്കും, അപ്പു നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അപ്പോൾ അപ്പു പറയും, അവിടെ എല്ലാവരും പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക, എനിക്കൊന്നും അറിയില്ല, പിന്നെ ഞാൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത്, എനിക്ക് ആരോട് സംസാരിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പു ഇങ്ങനെ ഹരിയോട് സംസാരിക്കും. അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഇച്ചേച്ചി അപ്പുവിൻ്റെ റൂമിലേക്ക് വരികയാണ്. ഇനി നാളെ ഇച്ചേച്ചിയും അപ്പുവും തമ്മിലുള്ള കോൺവെർസേഷനൊക്കെ ആയിരിക്കും. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. താങ്ക് യു. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.